പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കമല ഹോസ്പിറ്റലിൽ ആവുകയാണ്. തീരെ സുഖമില്ല. ഈ സമയത്ത് മാഷുണ്ട് കൂടെ. അപ്പോൾ മാഷോട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ മാസത്തിലൊരു തവണ ഇവിടെ വന്ന് കിടക്കുന്നില്ലല്ലോ കാര്യം, എനിക്ക് എൻ്റെ മോനെ കാണാത്തതിൻ്റെ അസുഖമാണ്, എനിക്ക് എൻ്റെ മോനെ കാണുമെന്ന് പറയുന്നു. എന്താ കമലയെ പറയുന്നത്? 2 ദിവസത്തേക്ക് മുമ്പിൽ ഞാൻ അവനെ പോയി കണ്ടത്, എല്ലാത്തിനും ഒരു നിയമവും പരിധിയൊക്കെ ഇല്ലേ, അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുമെന്നൊക്കെ മാഷ് ചോദിക്കുന്നു. അതൊന്നുമല്ല മാഷേ, ഒരു സ്വന്തം അമ്മയ്ക്ക് മോനെ കാണുമെന്ന് വെച്ചാൽ അതൊക്കെ പറ്റും. മാഷൊന്ന് വിളിച്ച് ചോദ്യം, മാഷൊന്ന് വിളിച്ചാൽ മതി, എനിക്ക് അവനെ കാണണം, കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് കമല അങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ മാഷിന് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. കമലയുടെ ഈ ഒരു അപേക്ഷയാണ്, എൻ്റെ അപേക്ഷയാണ്, എനിക്ക് മോനെ ഒന്ന് കാണണം, എൻ്റെ മോനെ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് കമല കരയാണ്. അങ്ങനെ മാഷ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്യുന്ന മറ്റാരെയല്ല ശങ്കരനാരായണ സാറിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ എന്താ മാഷേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ത് പറ്റി? അതല്ല, കമലയ്ക്ക് സുഖമില്ല, അപ്പോൾ അവൾക്കിപ്പോൾ വിക്രത്തിനെ കാണാമെന്നാണ് പറയുന്നത്. അത് ഞാൻ 2 ദിവസത്തേക്ക് മുമ്പ് പോയി കണ്ടിരുന്നു, ഇനിയിപ്പോൾ അത് കാണാൻ കഴിയുമോ സാർ? അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അത് നിയമവിരുദ്ധമാണ്, പക്ഷേ എങ്കിലും സാരമില്ല, മാഷ് പൊയ്ക്കോളൂ, കാണാം, ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കാം എന്നൊക്കെ ശങ്കരനാരായണൻ സാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങ് ചെന്നാൽ മതി, ഞാൻ അവിടെ എല്ലാം ഏർപ്പാട് ചെയ്തു വെക്കാമെന്ന് പറയുന്നു. അപ്പോൾ എന്തായി മാഷെ? തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്നുണ്ട് കമല. അത് ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചെല്ലാൻ പറയാം. അപ്പോഴേക്കും കമലയ്ക്ക് സമാധാനമായി കേട്ടോ, സന്തോഷമായി. പിന്നീട് കാണിക്കുന്നത് വിക്രം ജയിലിലാണ്. വിക്രം ജയിലിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മഴയൊക്കെ നോക്കി അവിടെ ഇങ്ങനെ ആ ഒരു സമയത്ത് അവിടെ ഇങ്ങനെ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും നല്ല മനുഷ്യരുണ്ടെന്ന് പറയുന്ന കൂട്ടം വിക്രത്തിൻ്റെ കാര്യങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു പോലീസ് ഓഫീസർ വന്ന് പറയുന്നുണ്ട്, ഇതുപോലെ വിക്രത്തെ കാണാനായിട്ടാണ്. അപ്പോൾ അതൊരു സന്ദർശന സമയമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇതെല്ലാം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് ശങ്കരനാരായണൻ സാറ് നേരത്തെ അവിടെ വിളിച്ച് പറഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാഷും കമലയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. വന്ന് കാണുമ്പോഴേക്കും കമലയ്ക്ക് ഭയങ്കര സങ്കടമായി, കരച്ചിലായി. അപ്പോൾ വിക്രം പറയുന്നു, അമ്മ ഇങ്ങനെ കരയാതെ സങ്കടപ്പെടാതെ, എനിക്ക് മറ്റു അസുഖ കാര്യമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ സമയത്തിന് ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം, ഇങ്ങനെ വിഷമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നു, എനിക്ക് അവളുടെ കാര്യം, അവൾ എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്, അതാണ് എനിക്ക് അതിലും വലിയ വിഷമമെന്ന് കമല പറയുകയാണ്. അതമ്മേ, അവൾ മാറി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്, അവൾ അങ്ങനെ ആർക്കും തളർത്താൻ കഴിയില്ല, അത്രയ്ക്ക് ബോൾഡായ പെൺകുട്ടിയാണ് അവൾ. നമ്മൾ ഒരുമിച്ചുള്ളൊരു ജീവിതം ഉറപ്പായിട്ടും ഉണ്ടാവും, നമ്മൾ പഴയതുപോലെ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ മാഷ് പറയുന്നു, അത് കേട്ട് നിനക്ക് ഇത്രയും അവൻ തന്നെ പറയുന്ന കേട്ടില്ല, നിനക്ക് ഇത്രയും കേട്ടപ്പോഴെങ്കിലും സമാധാനം ആവുന്നില്ലേ, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ കരയാതെ സമാധാനത്തെ ഇരിക്കാൻ പറയുന്നു. എൻ്റെ മോൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകുമെന്ന് മാഷു എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ വിക്രം പറയുന്നു, ഉറപ്പായിട്ടും ഞാൻ പുറത്തിറങ്ങുന്ന ആ ദിവസം അവൾ തിരിച്ചു വരും, അമ്മ അതിന് വിഷമിക്കരുത്. പിന്നെ ശ്രീകാന്തിൻ്റെ ആൾക്കാർ എവിടെയെല്ലാം അന്വേഷിച്ചു, എന്നിട്ട് അവളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ്, അവൾ ഒരിക്കലും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല, അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ അവൾക്കുണ്ട്. അവൾ ഉറപ്പായിട്ടും ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം അവൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കമലയ്ക്ക് കുറച്ചൊക്കെ സമാധാനം ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കണം, സമയത്ത് ഭക്ഷണം കഴിക്കണം. പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് അമ്മയ്ക്ക് അറിയാമല്ലോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടുമില്ല. പക്ഷേ ഞങ്ങളെ കൊല്ലാനാണ് ആൾക്കാർ വന്നത്, പക്ഷേ നിയമം വിധി തിരിച്ചായിപ്പോയി എന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് വിക്രം നന്നേ അമ്മയെ ആശ്വസിപ്പിക്കുന്നു, ഉറപ്പായിട്ടും കരയരുത്, സമയത്ത് ഭക്ഷണം കഴിക്കണം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരുത്തി വെക്കണം. അപ്പോൾ കമല പറയുന്നുണ്ട്, ഞാൻ ചില കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ചെയ്യണം. അപ്പോൾ മാഷ് പറഞ്ഞ്, നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാമെന്ന് പറഞ്ഞ് മാഷ് കമല വഴക്ക് പറയുകയാണ്, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കുകയും ചെയ്തത്. അങ്ങനെ സങ്കടത്തോടു കൂടിയാണ് കമല അവിടുന്ന് പോരുന്നതെങ്കിലും കുറേയൊക്കെ വിക്രം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് വേദ കിടക്കുന്ന ഹോസ്പിറ്റലിലാണ്. വേദ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ബെഡിൽ. ആ ഒരു സമയത്ത് അപ്പുറത്തിങ്ങനെ വെള്ളം എന്ന് ചോദിച്ച് ആ ഒരു വിളി കേൾക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി, അതായത് ആ ഒരു ACP എന്നിട്ട് കാണിക്കുന്നുണ്ട് ഡൽഹിയിലെ അയാളുടെ വൈഫ് രാധിക, അവരാണ് ഇങ്ങനെ വെള്ളം. അപ്പോൾ അമ്മയെ തിരക്കിയാണ്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല, കാണുന്നില്ല, അമ്മ പുറത്തോട്ട് പോയെന്ന് പറയുകയാണ്. അങ്ങനെ വെള്ളം എടുത്ത് വേദ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ പുറത്തോട്ട് പോയെന്ന് പറയുന്നു. ആ ഒരു രാധിക എന്നാണ് ആ കുട്ടിയുടെ പേര്. അമ്മയെ കാണിക്കുന്നുണ്ട്, അവരുടെ പേര്. അപ്പോൾ അവരാണ് താഴേക്ക് പോയിരിക്കുകയാണ്, എന്തോ ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ എന്തോ ആര് കാണാനായിട്ട് പോയേക്കുകയാണ്. അപ്പോൾ ആ ഒരു
അമ്മ ഇങ്ങനെ താഴേക്ക് പോയി അവിടെ എന്തോ ഒരു 1-2 പേര് ആ ഒരു സമയത്ത് അവർ കാണുകയാണ്, ഇങ്ങനെ തിരക്കി നടന്നിട്ടൊരു ഫോട്ടോ കാണിച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി ഇവിടെ കണ്ടിരുന്നെന്ന്. മറ്റാരുടെയും ഫോട്ടോ അല്ല, വേദയുടെ ഫോട്ടോ ആണ്. ഇത് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നുന്നുണ്ട്, വേദയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ ഇതെന്തിനാണ് നിങ്ങൾ തിരക്കുന്നതിൻ്റെ കാര്യം പറയാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ തിരക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ അറിയേണ്ട, അവരിവിടെ ഉണ്ടോ, അപ്പോൾ അവരിവിടെ തന്നെ ഉണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആരാണെന്നറിയാം, തരുൺ സാറിൻ്റെ അമ്മയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇരട്ടപ്പേരൂടെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവർ ഞെട്ടിപ്പോകുന്നു കേട്ടോ. അപ്പം അദ്ദേഹം എന്ന് വെച്ചാൽ വളരെ പ്രശസ്തനാണ്, അവിടെ എല്ലാവർക്കും ഒരു പേടിയാണ്, പേടി സ്വപ്നം തന്നെയാണ്. സകല കള്ളത്തരങ്ങളും കാര്യങ്ങളും അതിന് നേരെ പോരാടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൂടി ആ ഒരു പേടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ആ ഒരു സിസ്റ്ററോട് ചേർന്നിട്ട് അവർ ഇപ്പോൾ വേദ പെട്ടെന്ന് ഈ ഒരു ബഹളം കെട്ടിട്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്താണ് അവിടെ ഇങ്ങനെ ഒരു സംസാരവും വിഷയമൊക്കെ. വേദ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അങ്ങ് മാറുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു സിസ്റ്റർ എല്ലാവരും ചേർന്നിട്ട് അവരെ പിടിച്ചു വെച്ചിട്ട് സെക്യൂരിറ്റി ഇതേ വന്ന് അങ്ങനെ ആകെ ബഹളം ഉണ്ടാക്കി. അപ്പോഴേക്കും സെക്യൂരിറ്റികൾ ഓടി വന്നു. പക്ഷേ കുറേ ആളുകളൊക്കെ അവിടെ കൂടിയെങ്കിലും അവർ രക്ഷപ്പെടുവാണ്. അപ്പോൾ അതിനുശേഷം വേദ ഇങ്ങനെ മാറി നിൽക്കണം. അപ്പോൾ അമ്മ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നത്, എന്തിനാണ് മോളെ അവരിങ്ങനെ വന്ന് തിരക്കുന്നത്, എന്തെങ്കിലും വിഷയമില്ല, അവർ വന്ന് തിരക്കില്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ അവർ വന്നു, നാളെയും ഇനി അവരെത്തും, ചിലപ്പോൾ നാളെ സ്ത്രീകളുടെ വേഷത്തിലാവും. അപ്പോൾ ഒരു കാരണവശാലും അവർക്ക് പിടികൊടുക്കാൻ പാടില്ല, എന്താ സംഭവം ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ സങ്കടത്തോടൊരു കരഞ്ഞിട്ടും കാര്യങ്ങളെല്ലാം ശ്രീകാന്തിൻ്റെ ആൾക്കാരുടെയും കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, സ്വന്തം സഹോദരൻ എങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്യും, അതിനുള്ള തെളിവാണ് അയാൾ, ഈ ഏറ്റവും വലിയ ക്രൂരനാണ് ശ്രീകാന്ത് എന്നൊക്കെ പറയുകയാണ് വേദ. എന്നിട്ട് ചോദിക്കുന്നു എന്നിട്ട് വേദ തന്നെ പറയുകയാണ്, നാട്ടിൽ നിന്നാൽ എനിക്ക് പൂർണ്ണ പിന്തുണ, എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും വിക്രത്തിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും പൂർണ്ണ പിന്തുണ കിട്ടും, പക്ഷേ എനിക്ക് അതല്ല വേണ്ടുന്നത് എന്ന് പറയുകയാണ്. പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഈ ചോദ്യം തന്നെയാണ് ശ്വേതയും എന്നോട് ചോദിച്ചത്. പക്ഷേ അതല്ല, എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് കിട്ടണം. ആ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വേണം എനിക്ക് ബാക്കി നിയമ പോരാട്ടം നടത്തുവാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഞാൻ നിയമത്തിന് വഴിയെ പോകും എന്ന് വേദ പറയുകയാണ്. അതുവരെ എനിക്ക് കാത്തിരുന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇനി സൂക്ഷിക്കണം. അതുമാത്രമല്ല, ഇവിടുന്ന് ആ ഒരു ഹോസ്പിറ്റൽ ലിസ്റ്റിൽ നിന്ന് മോളുടെ പേര് മാറ്റി മറ്റൊരു പേര് കൊടുക്കണം, അല്ലെങ്കിൽ അവർ നാളെ വന്ന് കണ്ടുപിടിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യുകയാണ് അമ്മയും കൂടെ ചേർന്നിട്ട്. അങ്ങനെ ഫുൾ സപ്പോർട്ടീവായിട്ട് ആ ഒരു അമ്മയാണ് വേദയെ രക്ഷപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടിയാണ് ഇന്നത്തെ ആ ഒരു വിശേഷം അവസാനിക്കുകയാണ്. ഇതുപോലുള്ള അടുത്ത പുത്തൻ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.